ഹായ് ഓൾ. RRB ജെഇ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. 2026 ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ധാരാളം സംശയങ്ങളുണ്ട് നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നിങ്ങളുടെ പഠനം കൃത്യമായി മുമ്പോട്ട് കൊണ്ടുവന്നതിനും ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടും ഈ ഒരു എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടും കൃത്യമായ ഒരു ക്ലിയർ കട്ട് ക്ലാരിറ്റി കിട്ടുന്നതിന് ഏണസ്റ്റ് അക്കാഡമി ഒരു ഫൗണ്ടേഷൻ വർക്ക്ഷോപ്പ് നിങ്ങൾക്കായിട്ട് കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു എക്സാമിനേഷനിൽ ഏതൊക്കെ രീതിയിലാണ് തയ്യാറെടുക്കേണ്ടതെന്നും ഏതൊക്കെ ടോപ്പിക്കുകളാണോ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നതെന്നും നിങ്ങൾ എങ്ങനെ ഈ ഒരു പരീക്ഷയെ സമയബന്ധിതമായിട്ട് ടാക്കിൾ ചെയ്യാം എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. മൊത്തം 3 ദിവസമായിട്ടാണ് നമ്മൾ ഈ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തത്. തികച്ചും ഓൺലൈനായിട്ടാണ് ഈ വർക്ക്ഷോപ്പ്. ഇതിൽ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് യൂട്യൂബ് വഴി ലൈവായിട്ട് പങ്കെടുക്കാം. മാത്രമല്ല അതിന് ഡീറ്റെയിൽസ് കിട്ടുന്നതിനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകുന്ന ഫില്ല് ചെയ്യുകയും ചെയ്യാം. അതിൽ ആദ്യത്തെ വർക്ക്ഷോപ്പ് നമ്മൾ നടത്തുന്നത് 8/8/2026 ആദ്യത്തെ ദിവസം നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും റെയിൽവേയുടെ ഒരു കോമൺ ഔട്ട്ലുക്കും, അതായത് റെയിൽവേയിലെ ഈ ഒരു എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ജെഇയുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ഒരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ആദ്യത്തെ ദിവസം നിങ്ങൾക്കായിട്ട് നൽകുന്നത്. ഓർക്ക് അതിന് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്സ് ടോപ്പിക്കുകൾ എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ളതാണ്. അടുത്തത് 9/8/2026 അടുത്ത വർക്ക്ഷോപ്പ് വരുന്നത്. അന്ന് ടെക്നിക്കൽ ടോപ്പിക്കുകൾ എങ്ങനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യണം. നമുക്കറിയാം റെയിൽവേയുടെ ജെയില് രണ്ടാമത്തെ CVT2 ടെക്നിക്കൽ, നിങ്ങളുടേതായ ടെക്നിക്കൽ സബ്ജക്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ വരും. എന്നാൽ അതിനകത്ത് എന്തുണ്ട്, ആസ് യൂഷ്വൽ കറണ്ട് റിലേറ്റഡ് ടോപ്പിക്കുകൾ, കറണ്ട് അഫേഴ്സ്, അതുപോലെ തന്നെ GK, റെയിൽവേയുടെ ആസ് യൂഷ്വൽ എക്സാമിനേഷൻ CVT1 ടോപ്പിക്കുകളുണ്ട്. അപ്പം ഇവിടെ രണ്ടാമത്തെ ദിവസം 9/8/2026 വൈകുന്നേരം 7 മണിക്കാണ് ഈ ഒരു വർക്ക്ഷോപ്പ്. അതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് ലഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കോർ സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം എന്നുള്ള കൃത്യമായിട്ട് അനാലിസിസ് ആയിരിക്കും. മൂന്നാമത്തെ ദിവസം, അതായത് 10/8/2026 വൈകുന്നേരം 7 മണിക്കാണ് ഈ ഒരു വർക്ക്ഷോപ്പ്. ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് പ്രധാനമായിട്ടും ജനറൽ സയൻസും റീസണിങ്ങും എങ്ങനെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നൊരു കൃത്യമായിട്ടൊരു ഔട്ട്ലുക്കാണ്. റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രധാനപ്പെട്ട ഏരിയാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ചും ജൂനിയർ എഞ്ചിനീയറുമായിട്ട് ബന്ധപ്പെട്ട്. ആകെ മൊത്തത്തിലൊരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് ഈ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നതുകൊണ്ട് 3 ദിവസത്തെ വർക്ക്ഷോപ്പ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കാനും കഴിയും. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറക്കണ്ട, ഈ വർക്ക്ഷോപ്പ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്യുക. അത് ഗൂഗിൾ ഫോം ആണ്. ഒപ്പം കൂടി ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നമ്പറിൽ ബന്ധപ്പെട്ടാലും ഇതിന്റെ വിശദ വിവരങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ മറക്കണ്ട, ഉടൻ തന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതായിരിക്കും. പഠനം നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം. ഏണസ്റ്റ് അക്കാഡമിയിൽ റെയിൽവേ എഞ്ചിനീയർ ആകാനുള്ള എല്ലാ അവസരവും നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് കോഴ്സുകൾ അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പഠനം വളരെ സ്പീഡിയാക്കി സക്സസ്ഫുൾ ലൈഫിലേക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.